Hi today's welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നോക്കാം. ഇന്നലെ 28/11/2024 വ്യാഴാഴ്ച 23,957 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ചെറിയ പോയിന്റുകൾക്ക് മൈനസ്, എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനെ പറയാൻ കഴിയുള്ളൂ. അഥവാ ഈ ലെവലുകൾക്കിടയിൽ ഓപ്പൺ ആകുമ്പോൾ ഞാൻ അങ്ങനെയാണ് കണക്കാക്കാറ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തന്നത്. ഓപ്പൺ ചെയ്തത് 23,927 എന്ന ലെവലിലായിരുന്നു. ഇന്ന് ആകെ ഒരു 260 പോയിന്റ് ഏകദേശം മൂവ്മെന്റ് നിഫ്റ്റി തന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ പോയിന്റുകളെ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്തത് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് നൽകിയ ഉടനെ സപ്പോർട്ടിലാണ് സ്റ്റോപ്പ് ലോസ് ഈ ലെവൽ കണക്കാക്കി പെട്ടെന്ന് തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ഒരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ ക്യാൻഡിൽ ഉയർന്നു ചെന്ന് അത് ഒരു റിജക്ഷൻ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്തവർ തൊട്ട് മുകളിലുള്ള ഒരു റിജക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ ഈ ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്തെങ്കിൽ അവർക്ക് പുട്ട് ഓപ്ഷനും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ ട്രേഡ് ചെയ്യാമെന്ന് കരുതിയവർക്ക് ഈ ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ തന്നെ ആദ്യത്തെ 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പ്രോഫിറ്റ് നേടിയ പലരും പി ആൻഡ് എൽ അയച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു അപ് മൂവ് ആണ് എന്ന് മനസ്സിലാക്കിയവർ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും ടേൺ ചെയ്യുന്നു അപ്വേർഡ് എന്ന് മനസ്സിലാക്കി കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയവർക്ക് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റ് ലെവൽ അതിന് മുകളിൽ കയറി ക്ലോസ് ആയി. അപ്പോഴെല്ലാം വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ട്രേഡ് ചെയ്തു. തുടർന്ന് അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഒരു വിധത്തിൽ പറഞ്ഞാൽ കൺസോൾട്ടേഷൻ ആയിരുന്നു. പക്ഷേ കൺസോൾട്ടേഷനും വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് റേഞ്ച് ഉള്ള ലെവലുകളായതുകൊണ്ട് പ്രൈസ് മൂവ് ചെയ്യുന്നത് റേഞ്ച് ഉള്ള ലെവലിലായതുകൊണ്ട് ഇവിടുത്തെ ലോയും ഈ ഹൈയും പരിശോധിച്ചാൽ അത്യാവശ്യം ഒരു മൂവ്മെന്റിനുള്ള ഒരു 10-60 പോയിന്റ് മൂവ്മെന്റിനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് ഇവ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ഡിക്ലൈൻ, അതായത് ബൈ ഓൺ എവരി ഡിപ്പ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്ത ആർക്കും പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുക. പക്ഷേ ഇത്തരത്തിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ട്രേഡിംഗ് നല്ല രീതിയിൽ അറിയുകയും വേണം. കൃത്യമായ എൻട്രികൾ എടുക്കാനുള്ള പ്രാവീണ്യവും ഉണ്ടാവണം. അത് സ്ഥിരമായി ട്രേഡ് ചെയ്ത് അതല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പരിശീലിച്ചവർക്ക് മാത്രമാണ് അത് എന്തുകൊണ്ടാണ് ആ ട്രേഡ് അവിടെ എടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കൃത്യമായ എൻട്രികൾ എവിടെയാണ് കിട്ടുന്നത്, സ്റ്റോപ്പ് ലോസ് എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇന്നും ചിലർ ലോസായി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഫാള് ഇവിടെ ചെന്നതിന് ശേഷം ഈ ലെവലിന് ഇവിടുന്ന് റിജക്ഷൻ കിട്ടുന്നു എന്ന് കണ്ട് ഈ ഒരു ഫാൾ കൃത്യമായും പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് നേടിയവർ പി ആൻഡ് എൽ എനിക്ക് അയച്ചു തന്നിരുന്നു. ഇത്തരത്തിൽ പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അതിന്റെ ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്. അത് ക്രമേണ നമ്മൾ ആർജിച്ചെടുക്കുകയാണ്. സ്ഥിരമായി മാർക്കറ്റിൽ ഇടപെടുമ്പോൾ നമ്മൾക്കത് ശീലമാകുന്ന ഒരു കാര്യം തന്നെയാണ്, തിരിച്ചറിയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് റിയൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക. അത് നമ്മളെ മാനസികമായി ബാധിക്കുകയും പിന്നീട് നമ്മൾ ചെയ്താൽ ഏത് ട്രേഡ് ചെയ്യുമ്പോഴും എനിക്ക് ലോസേ വരൂ എന്നൊരു ചിന്താഗതിയിലോട്ട് ഓരോരുത്തരും കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, പ്രൈസ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞാൽ കൃത്യമായും പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്ന, നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് ഓപ്ഷൻ ട്രേഡിംഗ്. അത് ശീലിക്കണമെന്നേ ഉള്ളൂ. ചിലരെയൊക്കെ എനിക്ക് പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ലോസ് ആണ് എന്ന് പറഞ്ഞു വരുന്ന ചിലരോട് ചോദിക്കുമ്പോൾ അവർ രാവിലെ തന്നെ ഒരു പൊസിഷൻ എടുത്തിട്ട് അവരുടെ ലെവലിലേക്ക് പ്രൈസ് പോകും എന്ന് അന്ധമായി വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസോ കൃത്യമായ ഒരു എൻട്രിയോ ഇല്ല. അത്തരത്തിൽ പ്രൈസ് അത്തരത്തിൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, മൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ലോസ് വരും. ലോസ് വന്നാലും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അത് പ്രോഫിറ്റിൽ വരും എന്ന് അന്ധമായി വിശ്വസിച്ച് ഹോൾഡ് ചെയ്യുന്നവർക്ക് 3.25 ആകുമ്പോഴത്തേനും പൊസിഷൻ കട്ട് ചെയ്യേണ്ടി വരും. നെറ്റ് ലോസ് ആയി മാറുകയുമാണ് ചെയ്യുക. എന്നാൽ ഇത് നല്ല റേഞ്ചിലാണ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ എൻട്രി എടുക്കാനും അതിന് വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസും കണ്ടെത്തി ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ആർക്കും തന്നെ അത്ര കണ്ട് ലോസ് വരാറില്ല. എന്നാൽ അവരുടെ വ്യൂ തെറ്റിയാൽ പോലും അവർക്ക് സ്റ്റോപ്പ് ലോസ് പോയിന്റിൽ കൃത്യമായി ഇറങ്ങാൻ കഴിയുന്നു എന്നത് അവരെ സംബന്ധിച്ച് പുതിയ ഒരു ട്രേഡിംഗ് സെറ്റപ്പിലോട്ട് കിട്ടുകയാണെങ്കിൽ, അവരുടെ വ്യൂവിൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് എൻ്റർ ആവാനുള്ള അവസരം നൽകുന്നു. എന്നാൽ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ലോസ്
അത് മാറി പ്രോഫിറ്റ് വരുമെന്ന പ്രതീക്ഷയിൽ വെറുതെ കാത്തു നിൽക്കുമ്പോഴെല്ലാം അടുത്ത ഒരു പോസിറ്റീവ് ട്രേഡ് ചെയ്ത് അവർക്ക് അഥവാ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ ലോസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഒട്ടനവധി പേരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ വ്യക്തമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ട്രേഡിൽ എൻ്റർ ആകാറുള്ളൂ. പ്ലാൻ യുവർ ട്രേഡ് ആൻഡ് ട്രേഡ് യുവർ പ്ലാൻ എന്നാണ്. അപ്പോൾ ഇവിടെ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായ ഒരു പ്ലാനോടുകൂടി പ്രൈസ് അവിടെ എത്തുന്നു, അവിടെ നിന്ന് തിരിയും എന്ന് ബോധ്യമായാൽ മാത്രം ഞാൻ എൻട്രി എടുക്കും. എന്ന് വിചാരിച്ച് ഞാൻ എടുക്കുന്ന എല്ലാ എൻട്രികളും പോസിറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. സ്റ്റോപ്പ് ലോസ് സീറ്റൊക്കെ ഇതിനകത്ത് അതൊരു ഈ ഗെയിമിൻ്റെ ഒരു പാർട്ടാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും കൃത്യമായ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആകാൻ കഴിയുന്നതുകൊണ്ട് അടുത്ത ഒരു ട്രേഡ് ചെയ്യുമ്പോൾ ആ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോഫിറ്റിലോട്ട് ഓവറോൾ ഡേ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ കഴിയുക എന്നാണ് പ്രധാന കാര്യം. ഇതെല്ലാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ മാത്രം പറയുന്നതാണ്. വിപരീത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അത് അവരുടെ കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ച് ബോധ്യമായ കാര്യം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. എല്ലാവർക്കും ചിലപ്പോൾ ഇതിനോട് യോജിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഓക്കെ, ഇന്ന് ലഭ്യമായ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസത്തേന്, നാളെ ശനിയും ഞായറുമാണ്, തിങ്കളാഴ്ചത്തേന് ഉള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയായിരിക്കാം എന്ന് നോക്കാം. 24,116 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ്, പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 24,296 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളുണ്ട്. ഇന്നത്തെ ഉയരം 24,188, തുടർന്ന് 24,252, ഇതിനു മുകളിൽ 24,355 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രധാനമായും നമുക്ക് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കിട്ടുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ വീണ്ടും നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ഈ ലെവലുകൾ ടാർഗറ്റുകൾ ആക്കി കരുതിക്കൊണ്ട് ഓരോ ഡൗണിലും കോൾ ഓപ്ഷൻ തന്നെ ഞാൻ ബൈ ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. 24,073 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക തന്നെ വേണം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം വീക്കായേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അപ്പോൾ ലഭിക്കേണ്ട ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ 23,999 അതായത് 24,000 റേഞ്ച്, ആ റേഞ്ച് ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ 23,872 എന്ന ഇന്നലെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴോട്ട് പ്രൈസ് ക്ലോസ് ചെയ്താൽ വീണ്ടും പ്രൈസ് വീക്കായേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. 52,000 ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 52,665 ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിലുള്ള മൈനർ റെസിസ്റ്റൻസുകൾ 52,253, 456, 568 എന്നീ ലെവലുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയ ഈ ലെവൽ തന്നെയാണ്. 52,253 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് പോയേക്കാമെന്നും ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നുമാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ
ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഡിക്ലൈൻ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് പ്രധാനമായും ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് 51,756 എന്ന ലെവലിന് താഴെ ക്ലോസ് ആയാൽ മാത്രമാണ് പ്രൈസ് വീക്ക് ആവുക. എന്നാൽ ഇവിടെ ക്ലോസ് ആവുകയാണെങ്കിൽ അവിടെ ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ബുക്ക് ചെയ്ത് വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ലഭിക്കുന്നു എന്ന് ബോധ്യമായാൽ വീണ്ടും ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 51,579, 380, 158, 51,034 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ 51,034 അല്പം സ്ട്രോങ് സപ്പോർട്ട് എന്ന രീതിക്കാണ് ഞാൻ കണക്കാക്കുക. 79,700 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കേണ്ട പ്രധാന സപ്പോർട്ടായി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 80,273 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കേണ്ട പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിലുള്ളത്. ഇന്നത്തെ ഉയരം ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ 80,158 എന്ന ലെവൽ മറ്റൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് സഞ്ചരിക്കുകയും ഒരു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുകയും ചെയ്താൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ അതായത് 79,619 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കൃത്യമായും ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അതിൽ 79,281 എന്ന ലെവൽ അല്പം സ്ട്രോങ് സപ്പോർട്ടാണ്. എന്നാൽ ഈ ലെവലിന് താഴെ 78,905 എന്ന ലെവലിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്താൽ മാത്രമേ ഫർദർ വീക്ക് ആകാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് വീണ്ടും കിട്ടേണ്ട ഒരു ഇമ്മീഡിയറ്റ് സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 78,385 എന്ന ലെവലാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാനാണ് ഇവ. നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പലരും നമ്മളുടെ വീഡിയോ കിട്ടാൻ ലേറ്റ് ആകുന്നു അല്ലെങ്കിൽ കിട്ടുന്നില്ല, കാണാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആ തരത്തിൽ പലരും ചെയ്യാത്തതുകൊണ്ടാണ് ലഭിക്കാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഈ തരത്തിലൊന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ഒട്ടും താമസിയാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കുക. പതിവ് പോലെ ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ തയ്യാറാക്കുന്ന, എൻ്റെ ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. ഗുണകരമെന്ന് തോന്നിയാൽ നിങ്ങൾ ഉപയോഗിക്കുക. എന്നാൽ നിങ്ങളുടെ മാത്രം റിസ്ക് ആണ്. അത്തരത്തിൽ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിങ്കളാഴ്ചയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്